ഇന്നത്തെ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിറ്റർമിനൻറ്റ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ്. അപ്പോൾ ഒരു ഡിറ്റർമിനൻറ്റിന് ijth എലമെൻറ്റിൻ്റെ മൈനർ കിട്ടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ ith റോയും jth കോളവും ഡിലീറ്റ് ചെയ്തിട്ട് കിട്ടുന്ന സബ് ഡിറ്റർമിനൻറ്റിനെയാണ് നമ്മൾ മൈനർ എന്ന് പറയുക. അപ്പോൾ മൈനർ ഓഫ് ijth എലമെൻറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് MIJ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ A11 എന്ന എലമെൻറ്റിൻ്റെ മൈനർ എന്ന് പറയുന്നത് എന്തായിരിക്കും? M11. അപ്പോൾ ആ M11 കിട്ടണമെങ്കിൽ ഫസ്റ്റ് കോളവും ഫസ്റ്റ് റോയും ഡിലീറ്റ് ചെയ്യണം. അത് ith റോയും jth കോളവും ഡിലീറ്റ് ചെയ്തിട്ട് കിട്ടുന്ന സബ് ഡിറ്റർമിനൻ്റ് ആണ് ആ എലമെൻറ്റിൻ്റെ മൈനർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് കോഫാക്ടർ ഉണ്ട്. അപ്പോൾ കോഫാക്ടർ എന്ന് പറഞ്ഞാൽ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ AIJ എന്നാണ്. സൈൻഡ് മൈനറാണ് കോഫാക്ടർ. ദാറ്റ് ഈസ് -1⁻i+j MIJ ആണ് നമ്മൾ ആ AIJയുടെ കോഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിറ്റർമിനൻറ്റിന് ഉള്ളിലെ എലമെൻറ്റ് സ്മോൾ AIJ ആയിരിക്കും. ആ കോഫാക്ടറിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്നത് ക്യാപിറ്റൽ AIJ. അപ്പോൾ മൈനർ എന്താണ്? AIJയുടെ മൈനർ എന്ന് പറയുമ്പോൾ ith റോയും jth കോളവും ഡിലീറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഡിറ്റർമിനൻറ്റ് അത് നമ്മൾ ഡിനോട്ട് ചെയ്യുക MIJ. അതുപോലെ കോഫാക്ടർ കിട്ടുന്നത് ആ മൈനറിൽ -1⁻i+j കൂടെ കൊടുക്കും. സൈൻഡ് മൈനറിനെയാണ് നമ്മൾ കോഫാക്ടർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ് ഓഫ് ദ എലമെൻറ്റ്സ് A11 and A21 in the determinant delta equal to determinant A11, A12, A13, A21, A22, A23, A31, A32, A33. അപ്പോൾ നമുക്ക് A11ൻ്റെ മൈനർ ഡിനോട്ട് ചെയ്യുന്നത് ഏതാ? M11. അപ്പോൾ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും ഡിലീറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഡിറ്റർമിനൻ്റ് ആണ് അതിൻ്റെ മൈനർ. ദാറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് A22, A23, A32, A33. നമ്മൾ സിംപ്ലിഫൈ ചെയ്തൊരു സിംഗിൾ എലമെൻ്റ് ആക്കി മാറ്റും. 2/2 ഓർഡറിലെ ഡിറ്റർമിനൻ്റ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ അറിയാം. A22 × A33 മൈനസ് A23 × A32. അപ്പോൾ ഇനി മൈനർ ഓഫ് A21. അപ്പോൾ A21 ഉള്ള കോളവും റോയും ഡിലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും ഡിലീറ്റ് ചെയ്യുക. ബാക്കിയുള്ള സബ് ഡിറ്റർമിനൻറ്റ് ദാറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് A12, A13, A32, A33. ആ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? A11 × A33 മൈനസ് A32 × A13. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കോഫാക്ടർ. അപ്പോൾ നമ്മൾ M11ഉം M21 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചു. സൈൻഡ് മൈനറിനെയാണ് കോഫാക്ടർ എന്ന് പറയുന്നത്. കോഫാക്ടറിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് -1⁻i+j × MIJ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏതൊക്കെയാണ്? A11. അപ്പോൾ A11 എന്ന് പറയുമ്പോൾ -1/1 + 1 M11. ദാറ്റ് ഈസ് -1² × M11ൻ്റെ ആൻസർ. ദാറ്റ് ഈസ് A22 × A33 മൈനസ് A32 × A23. -1² എന്ന് പറഞ്ഞാൽ ഏതാ കിട്ടുക? 1. അപ്പോൾ നമുക്ക് A11 കിട്ടി. അതുപോലെ A21 എന്ന് പറയുമ്പോൾ A21ൻ്റെ കോഫാക്ടർ ദാറ്റ് ഈസ് ഈക്വൽ ടു -1/2 + 1 × M21. M21 ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് A12 × A33 മൈനസ് A32 × A13. അപ്പോൾ -1⁻³ -1⁻³ ആൻസർ മൈനസ് ആകും. ആ മൈനസ് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഏതാ കിട്ടുക? A32 × A13 മൈനസ് A12 × A33. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ് ഓഫ് ദ ഫോളോയിങ് ഡിറ്റർമിനൻറ്റ്. അതിൽ ഫസ്റ്റ് ഡിറ്റർമിനൻ്റ് ആണ് ഡിറ്റർമിനൻറ്റ് ACBD.
അപ്പോൾ നമുക്ക് 4 എലമെൻ്റാണ് ഉള്ളത്. A11 ഉണ്ട്, A12 ഉണ്ട്, A21 ഉണ്ട്, A22 ഉണ്ട്. അപ്പോൾ മൈനർ ഓഫ് A11 എന്ന് പറയുമ്പോൾ ഏതാ? M11. അപ്പോൾ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും ഡിലീറ്റ് ചെയ്യണം. അന്നേരം നമുക്ക് ബാക്കി ചെയ്ത് മാത്രമാണ് കിട്ടുക, ഡി മാത്രമാണ് കിട്ടുക. ഇനി നമുക്ക് അതിൻ്റെ കോഫാക്ടറും കൂടെ കണ്ടുപിടിച്ച് പോകാം. കോഫാക്ടറിൻ്റെ ഫോർമുല അറിയാം. Aij ഈക്വൽ ടു -1/i+j Mij. ദാറ്റ് ഈസ് കോഫാക്ടർ ഓഫ് A11 ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ A11 ആണ്. ദാറ്റ് ഈസ് -1/1 + 1 ഇൻറ്റു M11. ദാറ്റ് ഈസ് -1² ഇൻറ്റു ഡി. -1² പോസിറ്റീവ് ആകും. അന്നേരം നമുക്ക് എന്ത് ആൻസർ കിട്ടും? ഡി എന്ന് ആൻസർ കിട്ടും. ഇനി A12 എന്ന് പറയുമ്പോൾ അതിൻ്റെ മൈനർ ഏതാ? M12. അപ്പോൾ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും ഡിലീറ്റ് ചെയ്യാം. അന്നേരം ബാക്കി എന്ത് കിട്ടുക? ബി. അപ്പോൾ ഏത് എലമെൻറ്റിൻ്റെ മൈനറാണോ വേണ്ടത് ആ എലമെൻ്റുള്ള റോയും ഡിലീറ്റ് ചെയ്യണം, കോളവും ഡിലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് കിട്ടുന്ന സബ് ഡിറ്റർമിൻ്റെയാണ് മൈനർ എന്ന് പറയുന്നത്. അപ്പോൾ M12ൻ്റെ ആൻസർ നമുക്ക് ബി ആണെന്ന് കിട്ടി. ഇനി കോഫാക്ടർ എന്ന് പറയുമ്പോൾ A12ൻ്റെ ഫോർമുല -1 + 2 ഇൻറ്റു M12. അപ്പോൾ -1³ വരും ഇൻറ്റു ബി. M12ൻ്റെ ആൻസർ ബി ആണ്. -1³ ആൻസർ മൈനസ്, അന്നേരം -ബി. ഇനി A21. അപ്പോൾ സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും ഡിലീറ്റ് ചെയ്യാം. M21 ഈക്വൽ ടു അന്നേരം ഏതാ കിട്ടുക? ബാക്കി നമുക്കവിടെ സി മാത്രമേ ഉള്ളൂ. ഇനി അതിൻ്റെ കോഫാക്ടർ എന്ന് പറയുമ്പോൾ A21 -1/2 + 1 ഇൻറ്റു M21. ദാറ്റ് ഈസ് -1³ ഇൻറ്റു M21ൻ്റെ ആൻസർ സി. അന്നേരം ദാറ്റ് ഈസ് ഈക്വൽ ടു -സി. M22 എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ബാക്കി നമുക്ക് കിട്ടുന്ന ഏതാ? എ. അതിൻ്റെ കോഫാക്ടർ എന്ന് പറയുമ്പോൾ A22 -1/2 + 2 ഇൻറ്റു M22 -1² ഇൻറ്റു എ. ദാറ്റ് ഈസ് ഈക്വൽ ടു എ. നമുക്കൊരടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ് ഓഫ് ദ ഫോളോയിങ് ഡിറ്റർമിനന്റ്. രണ്ടാമത്തെ ഡിറ്റർമിനന്റ് ആണ്. ഡിറ്റർമിനന്റ് 2 -4 0 3. അപ്പോൾ അതിൽ A11ൻ്റെ മൈനർ M11. അപ്പോൾ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും ഡിലീറ്റ് ചെയ്യുക. അന്നേരം ബാക്കി നമുക്ക് ഇത് മാത്രം കിട്ടും 3. കോഫാക്ടറിൻ്റെ ഫോർമുല നമുക്കറിയാം. Aij ഈക്വൽ ടു -1/i+j ഇൻറ്റു Mij ആണ്. അപ്പോൾ A11ൻ്റെ കോഫാക്ടർ ക്യാപിറ്റൽ A11 ദാറ്റ്സ് ഈക്വൽ ടു -1/1 + 1 ഇൻറ്റു M11. ദാറ്റ് ഈസ് -1² ഇൻറ്റു M11ൻ്റെ ആൻസർ 3 ആണ്. -1² 1 ആകും. അന്നേരം ആൻസർ 3. ഇനി മൈനർ ഓഫ് A12 എന്ന് പറയുമ്പോൾ M12. ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും ഡിലീറ്റ് ചെയ്യാം. ബാക്കി നമുക്ക് എത്രയാണ് കിട്ടുക? 0. ഇനി അതിൻ്റെ കോഫാക്ടർ ദാറ്റ് ഈസ് A12ൻ്റെ ആൻസർ -1/1 + 2 ഇൻറ്റു M12. അപ്പോൾ -1² ഇൻറ്റു 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണെന്ന് കിട്ടും. ഇനി മൈനർ ഓഫ് A21 ദാറ്റ് ഈസ് ഈക്വൽ ടു M21. ആ M21 ഉള്ള കോളവും റോയും ഡിലീറ്റ് ചെയ്യുക. അന്നേരം ബാക്കി എത്ര വരിക? -4. ദാറ്റ് ഈസ് അതിൻ്റെ കോഫാക്ടർ എന്ന് പറയുമ്പോൾ A21 ആണ്. -1/2 + 1 ഇൻറ്റു M21. അപ്പോൾ -1² ഇൻറ്റു -4 ദാറ്റ് ഈസ് -1 ഇൻറ്റു -4. അതിൻ്റെ ആൻസർ എത്ര കിട്ടുക? 4. ഇനി A22 അതിൻ്റെ മൈനർ M22. അപ്പോൾ സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും ഡിലീറ്റ് ചെയ്യുക. ബാക്കി നമുക്കപ്പോൾ എത്രയാണ് കിട്ടുക? 2. ഇനി അതിൻ്റെ കോഫാക്ടർ A22 -1/2 + 2 ഇൻറ്റു M22 ദാറ്റ് ഈസ് -1/4 ഇൻറ്റു 2. അപ്പോൾ ആൻസർ എത്രയാണ് കിട്ടുക? 2. ഇനി നമുക്ക് 3/3 ഓർഡറിലുള്ള പ്രോബ്ലം ചെയ്ത് നോക്കാം. Find the minors and cofactors of the elements of the determinant. Determinant 1 0 0 0 1 0 0 0 1. For M11 that is minor of 1.
M11 വരുമ്പോൾ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ബാക്കി നമുക്ക് ഇത് കിട്ടും ഡിറ്റർമിൻ 1 0 0 1 ദാറ്റ് ഈസ് 1 മൈനസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. കോഫാക്ടറും കൂടെ നമുക്കൊപ്പം കണ്ടുപിടിച്ച് പോകാം. കോഫാക്ടറിൻ്റെ ഫോർമുല നമുക്കറിയാം. Aij ഈക്വൽ ടു -1 റേസ് ടു I പ്ലസ് j ഇൻറ്റു Mij. ദാറ്റ് ഈസ് A11 ഈക്വൽ ടു -1 റേസ് ടു 1 പ്ലസ് 1 ഇൻറ്റു M11 ദാറ്റ് ഈസ് ഈക്വൽ ടു -1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1. -1 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ ആൻസർ എത്രയാണ് കിട്ടുക? 1. ദെൻ M12. അപ്പോൾ 1 2 വരുമ്പോൾ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ബാക്കി കിട്ടുന്ന ഡിറ്റർമിൻ ഏതൊക്കെയാ? 0 0 0 1. അപ്പോൾ 0 ഇൻറ്റു 1 0 കിട്ടും. 0 ഇൻറ്റു 0 0. 0 മൈനസ് 0യുടെ ആൻസർ 0. ഇനി ഇതിൻ്റെ കോഫാക്ടർ A12 that is -1 raised to 1 plus 2 M12 that is -1 the whole cube into 0 and answer എത്രയാ? 0 കിട്ടുക. then M13. അപ്പോൾ ഫസ്റ്റ് റോയും തേർഡ് കോളും ഡിലീറ്റ് ചെയ്യാം. ബാക്കി നമുക്ക് ഇത് കിട്ടും ഡിറ്റർമിനന്റ് 0 1 0 0 that is 0 minus 0 answer 0. ഇനി കോഫാക്ടർ A13 that is -1 raised to 1 plus 3 M13 that is -1 raised to 4 into 0 answer 0 ആണെന്ന് കിട്ടും. then M21 സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും ഡിലീറ്റ് ചെയ്യാം. അന്നേരം ബാക്കി ചെയ്ത് വരും ഡിറ്റർമിനന്റ് 0 0 0 1 that is equal to 0 minus 0 answer 0. A21 that is -1 raised to 2 plus 1 M21 equal to -1 the whole cube into 0 that is equal to 0. M22 സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും ഡിലീറ്റ് ചെയ്യാം. അന്നേരം ബാക്കി ചെയ്ത് വരും ഡിറ്റർമിൻ 1 0 0 1 that is 1 minus 0 1. Cofactor A22 equal to -1 raised to 2 plus 2 into M22. അപ്പോൾ -1 raised to 4 into 1 that is equal to 1 into 1 answer is 1. M23 അപ്പോൾ സെക്കൻഡ് റോയും തേർഡ് കോളവും ഡിലീറ്റ് ചെയ്യാം. ബാക്കി ഏതാ കിട്ടുക? ഡിറ്റർമിനന്റ് 1 0 0 0 that is equal to 0 minus 0 answer is 0. കോഫാക്ടർ ഓഫ് A23 എന്ന് പറയുന്നത് A2 ക്യാപിറ്റൽ A23 ആണ്. ദാറ്റ് ഈസ് -1 റേസ് ടു 2 plus 3 into M23 ദാറ്റ് ഈസ് -1 റേസ് ടു 5 into 0 ആണെന്ന് വരും. ആൻസർ ഈസ് 0. ദെൻ M31 തേർഡ് റോയും ഫസ്റ്റ് കോളും ഡിലീറ്റ് ചെയ്യാം. ബാക്കി ഡിറ്റർമിനന്റ് 0 0 1 0 that is equal to 0 minus 0 answer is 0. A31 -1 the whole raised to 3 plus 1 into M31 that is equal to -1 raised to 4 into 0 answer is 0. M32 തേർഡ് റോയും സെക്കൻഡ് കോളും ഡിലീറ്റ് ചെയ്യാം. ബാക്കി ഡിറ്റർമിൻ 1 0 0 0 that is equal to 0 minus 0 answer is 0. അപ്പോൾ A32 വരുമ്പോൾ -1 raised to 3 plus 2 into M32 that is equal to -1 raised to 5 into 0 answer is 0. then M33 തേർഡ് റോ തേർഡ് കോളം ഡിലീറ്റ് ചെയ്യുക. ബാക്കി നമുക്ക് 1 0 0 1 that is equal to 1 minus 0 1. അപ്പോൾ A33 വരുമ്പോൾ -1 raised to 3 plus 3 M33 that is equal to -1 the whole raised to 6 into 1 that is 1 into 1 ആൻസർ 1 ആണെന്ന് കിട്ടും. ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്ത് നോക്കാം 3/3 ഓർഡറിൽ. റൈറ്റ് ദ മൈനസ് ആൻഡ് കോഫാക്ടേഴ്സ് ഓഫ് ദ എലമെന്റ്സ് ഓഫ് ദ ഡിറ്റർമിനന്റ്. ഡിറ്റർമിൻ 1 0 4 3 5 -1 0 1 2. ഇപ്പോൾ M11 എന്ത് ചെയ്യാം? ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളും ഡിലീറ്റ് ചെയ്യാം. ബാക്കി നമുക്ക് കിട്ടുന്ന ഡിറ്റർമിനന്റ് ഏതാ? ഡിറ്റർമിനന്റ് 5 -1 1 2 that is equal to 5 into 2 minus 1 into -1 that is 10 plus 1 11. കോഫാക്ടറിൻ്റെ ഫോർമുല നമുക്കറിയാം. Aij equal to -1 raised to I plus j Mij. അപ്പോൾ A11 എന്ത് കിട്ടും? -1 raised to 1 plus 1
m11 that is equal to minus 1 the whole square into 11. That is 1 into 11, 11. Then m12 first row second column delete ചെയ്യാം. അപ്പോൾ ബാക്കി നമുക്ക് എന്തൊക്കെയാണ് കിട്ടുക? Determinant 3 minus 1 0 2 that is 6 minus 0 answer is 0. A12 that is equal to minus 1 raised to 1 plus 2 m12 that is equal to minus 1 the whole cube into 6 that is equal to minus 1 into 6 answer is minus 6. Then m13 first row third column delete ചെയ്യാം. ബാക്കി നമുക്ക് ഇതാ കിട്ടുക determinant 3 5 0 1 that is 3 into 1 3 minus 5 into 0 0 3 minus 0 3 ആണെന്ന് കിട്ടും. A13 minus 1 raised to 1 plus 3 m13 that is equal to minus 1 raised to 4 into 3 that is equal to 1 into 3 3. Then m21 second row first column delete ചെയ്യാം. ബാക്കി ഏതാ കിട്ടുക? determinant 0 4 1 2 that is equal to 0 minus 4 answer is minus 4. A21 that is equal to minus 1 raised to 2 plus 1 m21 that is minus 1 the whole cube into m21 and answer minus 4 minus 1 into minus 4 answer is 4. Then m22 second row second column delete ചെയ്യാം. ബാക്കി നമുക്ക് എന്താ കിട്ടുക? determinant 1 4 0 2 that is equal to 2 minus 0 2. Then A22 minus 1 the whole raised to 2 plus 2 m22 that is equal to minus 1 raised to 4 into 2 equal to 1 into 2 2. m23 second row third column delete ചെയ്യുക. ബാക്കി determine 1 0 0 1 that is equal to 1 minus 0 1. A23 that is minus 1 raised to 2 plus 3 m23 minus 1 raised to 5 into 1 that is equal to minus 1 into 1 minus 1. Then m33 m31 first column third row delete ചെയ്യാം. ബാക്കി നമുക്ക് determine 0 4 5 minus 1 0 minus 20 minus 20 എന്ന് കിട്ടും. A31 എന്ന് പറയുമ്പോൾ minus 1 raised to 3 plus 1 into m31 that is minus 1 raised to 4 into minus 20 that is 1 into minus 20 minus 20. m32 third row second column delete ചെയ്യുക. ബാക്കി ഏതാ വരിക? determine 1 4 3 minus 1 that is equal to minus 1 minus 12 equal to minus 30. അപ്പോൾ A32 വരുമ്പോൾ minus 1 raised to 3 plus 2 m32 that is minus 1 raised to 5 into minus 13 answer എത്ര കിട്ടുക? 30. Then m33 third row third column delete ചെയ്യുക. ബാക്കി ഏതാ വരിക? determine 1 0 3 5 that is 5 minus 0 5. അപ്പോൾ A33 എന്ന് പറയുമ്പോൾ minus 1 raised to 3 plus 3 m33 that is equal to minus 1 raised to 6 into 5 that is equal to minus 1 into 5 5. അപ്പോൾ മൈനസ് കോഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇനി നിങ്ങൾക്ക് ഞാൻ അസൈൻമെൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ തരുവാണ്. യൂസിങ് കോഫാക്ടേഴ്സ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് second row evaluate delta equal to determine 5 3 8 2 0 1 1 2 3. അപ്പോൾ ആദ്യം നമ്മൾ A21 കണ്ടുപിടിക്കണം, A22 കണ്ടുപിടിക്കണം, A23 കണ്ടുപിടിക്കണം. ഡിറ്റർമിൻ്റെ ഫോർമുല എന്ന് പറയുമ്പോൾ A21 ഇൻറ്റു A21 പ്ലസ് A22 ഇൻറ്റു A22 A23 ഇൻറ്റു A23. ഇനി A11 ഇൻറ്റു A21 പ്ലസ് A12 ഇൻറ്റു A22 പ്ലസ് A12 ഇൻറ്റു A23 ഈക്വൽ ടു 0 ആണെന്നും കൂടെ വെരിഫൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ലതുപോലെ പഠിക്കുക. താങ്ക് യു.